ഹലോ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേൾ വിത്ത് വിങ്സ്. മക്കളെ, അപ്പം നമ്മളുടെ 700+ എന്ന ഡ്രീം സ്കോറിന് വേണ്ടിയിട്ടുള്ള ജേർണിയിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റിവിഷൻ ക്ലാസ്സും ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ ക്ലാസ്സസ് പോയി ചെക്ക് ചെയ്യുക. ആൻഡ് കെമിസ്ട്രിയുടെ ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 3 സബ്ജക്റ്റാണ് നീറ്റിനുള്ളത്: ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ബയോളജിയിൽ എത്ര സ്കോറാണ് നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? 360 ആണല്ലേ. അത് നമ്മൾ ഉറപ്പായിട്ടും സ്കോർ ചെയ്യും. അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ 180 ആണ്. ആ 180 നമുക്ക് എങ്ങനെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും? എന്തൊക്കെ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കെമിസ്ട്രീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഓർഗാനിക്, ഇൻഓർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. അപ്പം അതും നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരും. ഇനി അടുത്തയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ഏറ്റവും കുറേ പിള്ളേർ സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ പിള്ളേരുടെ ഒരു പേടി സ്വപ്നം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളതിനെ വളരെ ഈസി ആയിട്ട്, നിങ്ങൾ ബയോളജിയിലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന പോലെ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും. ഈ ക്ലാസ്സസ് അത്രയ്ക്ക് വൃത്തിയായിട്ട് കണ്ട, അത്രയും കോൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ അത്രയും വൃത്തിയായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. പക്ഷേ എൻ്റെ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബയോളജി പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്ന പോലെ അല്ല ഫിസിക്സ് പഠിക്കേണ്ടത്. എന്താണ് ഫിസിക്സിൻ്റെ പ്രത്യേകത? നിങ്ങൾ നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് അല്ലേ, നിങ്ങൾക്കറിയാവുന്ന കാര്യം എന്താണ്? ബയോളജിനെയും കെമിസ്ട്രീനെയും സംബന്ധിച്ചിടത്തോളം ഫിസിക്സിനുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മാത്സ് ആണല്ലേ. നമ്മളൊരു ഇരുട്ടുമുറിയിലോട്ട് ഫിസിക്സ് എന്ന ഇരുട്ടുമുറിയിലോട്ട് നമ്മൾ കയറിപ്പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു ടോർച്ചാണ് മാത്സ് എന്ന് പറയുന്നത്. ആ ടോർച്ച് ഇല്ലാതെ ഇരുട്ടുമുറിയിൽ കയറിപ്പോയാൽ നമ്മൾ എല്ലായിടത്തും തട്ടി വീഴും. അതേപോലെ തന്നെ ഫിസിക്സ് എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് മാത്സ് അത്യാവശ്യമാണ്. അതിൽ ബേസിക് മാത്സ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെ മാത്സ് നമുക്ക് വേണം എന്നുള്ളത് എല്ലാം നമ്മുടെ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ, നിങ്ങൾ ഒന്നും അറിയാത്ത മാത്സിൽ ഒരു ബേസും ഇല്ലാത്ത പിള്ളേരാണെന്ന് വിചാരിച്ചോ, പക്ഷെ ഞാൻ സീറോയിൽ നിന്ന് തന്നെ നിങ്ങളെ പഠിപ്പിച്ച് പ്രോ ആക്കി എടുക്കും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ടോർച്ചും തന്നെ നിങ്ങൾ ആ ഇരുട്ടുമുറിയിലോട്ട് അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് തരേണ്ട ടോർച്ച് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കും. ഇതെൻ്റെ പ്രോമിസാണ്. പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ നിൽക്കുമെന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമെന്നും എന്നോട് പ്രോമിസ് ചെയ്ത് തന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ആ ടോർച്ച് ഞാൻ തന്നിരിക്കും. ആൻഡ് ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. മക്കളെ, അപ്പം നമ്മൾ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്: നിങ്ങൾ എങ്ങനെയാണ് ഈ ക്ലാസ് കാണുന്നത്? അപ്പം നിങ്ങൾ പറയും, ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഈ ക്ലാസ് കാണുന്നത് എന്നല്ലേ. ശരിയാണ്, നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ആ ക്ലാസ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റഡി ടേബിൾ കാണും, അതിൻ്റെ അടുത്ത് ചെയർ കാണും. ആ ചെയറിൽ ഇരുന്നിട്ട് ആ സ്റ്റഡി ടേബിളിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട്, അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, ഒരു വെള്ളം കുപ്പി വെച്ചിട്ടുണ്ട്, ഒരു പേനയുണ്ട്, അങ്ങനെ നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് അല്ലേ. ചിലവരെന്നൊക്കെ പറയുമ്പോൾ ടി വിയിൽ യൂട്യൂബ് ഉള്ളവരുണ്ട്. അപ്പോൾ ടി വിയിലാണ് ക്ലാസ് കണ്ടിട്ട് അവിടെ സെറ്റിയിലൊക്കെ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ടാണ് സ്വസ്ഥമായിട്ട് വളരെ റിലാക്സ് ആയിട്ടാണ് നിങ്ങൾ ക്ലാസ് കാണുന്നതെന്ന് നിങ്ങൾ പറയും. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? മിസ്സേ, ഞാനൊരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ. പക്ഷേ ഫിസിക്സ് പഠിച്ച ഒരു കുട്ടിയോടാണ് ഞാനിത് ചോദിക്കുന്നതെങ്കിൽ ആ കുട്ടി എന്ത് പറയും? ഞങ്ങൾ ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അതെങ്ങനെയാണ്? നമ്മളിരിക്കുന്ന ഈ ഭൂമി മണിക്കൂറിൽ 1000കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ഇരിക്കുവാണോ അതോ ഓടുവാണോ? അതെങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? ഇതാണ് ഫിസിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അവസാനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയും എന്തുകൊണ്ടാണെന്നുള്ളത്. മക്കളെ, അപ്പം നമ്മൾ മോഷൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഓരോരോ ടോപ്പിക്കായിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. എന്താണ് മക്കളെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്? അത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പിക്ചർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു കുട്ടി വണ്ടിയുടെ ഉള്ളിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പറയുവാണ്, ഞാൻ ഈ വണ്ടിക്കുള്ളിൽ അനങ്ങാതെ നിൽക്കുകയാണെന്ന് പറയുകയാണ്. ശരിയല്ലേ അവൻ പറയുന്നത്? അവൻ ഓടുന്നില്ല, ചാടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവൻ അനങ്ങാതെ ആ വണ്ടിക്കുള്ളിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ വേറൊരു കുട്ടി നിൽപ്പുണ്ട്. ആ കുട്ടി നിൽക്കുന്നത് വണ്ടിയുടെ പുറത്താണ്. ആ കുട്ടി നോക്കുമ്പോൾ ആ കുട്ടി എന്താണ് പറയുന്നത്? നീ ദൂരത്തേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താ? അവൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത്
അവൻ വണ്ടിക്കുള്ളിലിരിക്കുന്ന ആ കുട്ടി അവനിൽ നിന്ന് ദൂരത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇതിൽ ആര് പറയുന്നതാണ് കള്ളം? രണ്ടുപേരും പറയുന്നത് ശരിയല്ലേ? വണ്ടിക്കുള്ളിലുള്ള കുട്ടി അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്, അവൻ റെസ്റ്റിലാണെന്നുള്ളതാണ് അവൻ പറയുന്നത്. വണ്ടിയുടെ പുറത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് നീ ദൂരത്തോട്ട് പോവുകയാണ്, നീ വണ്ടിയുമായിട്ട് മൂവിങ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ നമ്മൾ എവിടെ ഇരുന്ന് നോക്കുന്നു എന്നതിനാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് വണ്ടിയാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ, അതായത് വണ്ടിക്കുള്ളിൽ നിൽക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് വണ്ടിയാണ്. ആ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ അവൻ ആ വണ്ടിയിൽ നിൽക്കുകയാണ്, അവൻ റെസ്റ്റിലാണെന്നാണ് അവൻ പറയുന്നത്. ഇനി വണ്ടിയുടെ പുറത്ത് നിൽക്കുന്ന കുട്ടി നോക്കുമ്പോൾ അവൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ആ റോഡാണ്, അല്ലേ? ആ റോഡിലൂടെ ആ വണ്ടിയും മറ്റേ ആ കുട്ടിയും പോയിക്കൊണ്ടിരിക്കുകയാണ്, മൂവിങ് ആണ്. അപ്പോൾ എന്താണ്? അവർ മോഷനിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നതിൽ എന്താണ്? റെസ്റ്റും മോഷനും റിലേറ്റീവ് ആണ്. അതായത് നമ്മുടെ ഫിസിക്സിൽ ഒരു സാധനവും അബ്സല്യൂട്ട് റെസ്റ്റിലല്ല. റെസ്റ്റ്, മോഷൻ എന്നിവ ഒരിക്കലും അബ്സല്യൂട്ട് അല്ല. അവരെന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതനുസരിച്ച് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്കിത്? അപ്പോൾ മക്കളെ, നമുക്ക് ആ പിക്ചറിൻ്റെ താഴത്തുള്ള ബോക്സിലെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അത് നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എ ഫ്രെയിം ഓഫ് റെഫറൻസ് consists of an abstract coordinate system and a set of physical reference points that unequally fix the coordinate system and standardized measurements within that frame. അതായത് ഒരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ, അതായത് ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താടാ? ആ ഒരു വണ്ടിയാണ്. ആ വണ്ടി എന്ന ആ ഒരു ചട്ടക്കൂടിനുള്ളിലെ ആ ഒരു സ്പേസ് മാത്രമാണ് അവൻ നോക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ വണ്ടിയിൽ നിൽക്കുകയാണ്, അവൻ റെസ്റ്റിലാണ്. അപ്പം അവിടെയുള്ള ുള്ളിലെ അളവുകളും സ്ഥാനങ്ങളും കൃത്യമായിട്ട് നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ് ആക്സിസ്, അല്ലേ? ഇതെന്താണ്? വൈ ആക്സിസ്. ആൻഡ് ദിസ് ഈസ് ഇസഡ് ആക്സിസ്. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനുള്ളിലെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന പോയിൻറ്റ്സ് ആണ് എക്സ്, അതുപോലെ വൈ, അതേപോലെ ഇസഡ് എന്ന് പറയുന്നത്. ഈ എക്സ് ആക്സിസിലോട്ടാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഇത് മൂവ്മെൻറ്റ് നടക്കുന്ന എവിടോട്ടാണ്? എക്സ് ആക്സിസിലോട്ടാണ് ആ വണ്ടി പോകുന്നത്. എക്സ് ആക്സിസിലാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ അവൻ റെസ്റ്റിലാണ്. പക്ഷേ പുറത്തേക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുവാണ്? എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യണം, അല്ലേ? ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അവിടെ തന്നെ നിൽക്കുവാണ്, അവൻ്റെ സ്ഥാനം റെസ്റ്റിലാണ്. അവൻ എക്സിലോട്ടും പോകുന്നില്ല, വൈയിലോട്ടും പോകുന്നില്ല, ഇസഡിലോട്ടും പോകുന്നില്ല, അവൻ ഒറിജിനൽ തന്നെ നിൽക്കുവാണ്. പക്ഷേ ഈ പുറത്തേക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുവാണ്? എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ് ആക്സിലൂടെ ആ വണ്ടി പോകുന്നതിൻ്റെ കൂടെ തന്നെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കുന്ന കുട്ടിയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? ആ ഒരു റോഡാണ്. ആ റോഡിലൂടെ, അതായത് എക്സ് ആക്സിലൂടെ എന്താണ്? ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് കൃത്യമായിട്ട് മനസ്സിലായി. ആ ബോക്സ് അടിയിലുള്ള കാര്യങ്ങൾ, ആ ബോക്സിലുള്ള കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതായി രണ്ടാമത്തെ ചിത്രത്തിലോട്ടൊന്ന് നോക്കിക്കേ. ഇത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്, ഒബ്സർവർ ആൻഡ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ ഒരാൾ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കാണുകയാണ്, അല്ലേ? അപ്പം അതിൻ്റെ താഴത്ത് ഒരു പാരഗ്രാഫ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഒബ്സർവർ ഒബ്സർവ്സ് എനി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ ഇൻ സറൗണ്ടിങ്സ് ത്രൂ എ റെഫറൻസ് ഫ്രെയിം. ഹിയർ ഇൻ ദിസ് കേസ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താണ് അതിൽ പറയുന്നത്? നമ്മൾ എവിടെ നിന്നാണോ കാര്യങ്ങൾ അളക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ നോക്കുന്നത്, ആ പോയിൻ്റാണ് നമ്മളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ റോഡരികിൽ നിന്നിട്ട് പോകുന്ന വണ്ടികളെല്ലാം നോക്കുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ ആ നിൽക്കുന്ന പോയിൻ്റാണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി നിങ്ങൾ റോക്കറ്റിലിരുന്നിട്ടാണ് ആ വണ്ടികളെയൊക്കെ നോക്കുന്നെങ്കിൽ റോക്കറ്റാണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ പോയിൻ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ അളക്കുന്ന ആ ഒരു അളവും മെഷർമെൻറ്റ്സും മാറും. നമ്മൾ എവിടെ നിന്നാണോ അളക്കുന്ന ആ ഒരു മെഷർമെൻറ്റ്സ് മാറും എന്നാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായോ മക്കളെ? അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവസ്ഥകളെക്കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണത്? മോഷൻ ആൻഡ് റെസ്റ്റ്. മക്കളെ, അപ്പോൾ നമുക്ക് മോഷൻ ഡെഫിനേഷൻ നോക്കാം. ഫസ്റ്റ് ആയിട്ട്, ഇഫ് എ ബോഡി ഓർ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ് പൊസിഷൻ വിത്ത് ടൈം വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. അതായത് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, സമയം കൂടുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ഫ്രെയിമിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, റോഡിലൂടെ ഓടുന്ന ഒരു കാർ. നമ്മൾ നോക്കുമ്പോൾ ആ കാർ നേരത്തെ നമ്മുടെ അടുത്തായിരുന്നു, ഇപ്പോൾ അത് ഓടി ദൂരത്തോട്ട് പോയി.
ഇനി നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ ഒരു കിളി പറന്നുകൊണ്ടിരിക്കുക. അത് നേരത്തെ നമ്മുടെ അടുത്തൂടെയായിരുന്നു പറന്നു, ഇപ്പോൾ അത് ദൂരത്തോട്ട് പറന്നു പോയി. അതെന്താണ്? മോഷനിലാണ്. ഇനി എന്താണ് റെസ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇഫ് എ ബോഡി ഓർ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ് പൊസിഷൻ വിത്ത് ടൈം വിത്ത് റെസ്പെക്ട് ടു ഫ്രെയിം ഓഫ് റെഫറൻസ് ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി റെസ്റ്റ്. അപ്പോൾ അതിലെന്താ പറയുന്നത്? സമയം എത്ര കഴിഞ്ഞാലും ഫ്രെയിമിനെ അപേക്ഷിച്ച് വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മേശപ്പുറത്തിരിക്കുന്ന ഒരു ബുക്ക്, ആ ബുക്ക് അവിടുന്ന് അനങ്ങത്തില്ല, അവിടെ തന്നെ ഇരിക്കും. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ അതെടുത്ത് മാറ്റുന്നത്, നമ്മളൊരു ഫോഴ്സ് പ്രയോഗിച്ച് അതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ബുക്ക് എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകണം, അല്ലാതെ ആ ബുക്ക് അവിടെ നിന്ന് അനങ്ങത്തില്ല, അല്ലേ? അതിനെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ഫ്രെയിം ഓഫ് റെഫറൻസ്, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്രെയിമിൽ അത് റെസ്റ്റ് ആയിരിക്കാം, എന്നാൽ വേറൊരു ഫ്രെയിമിൽ അത് മോഷനിലായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? മക്കളെ, നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു 3 പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇതൊന്ന് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ മോഷൻ എന്ന് എഴുതുക, ദ പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. ഇനി റെസ്റ്റ് എന്ന് എഴുതുക, പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ആൻഡ് അതിൻ്റെ താഴെ എഴുതുക, ബോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരും. നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും തെറ്റിക്കുന്നത്. അത് എൻ ഡി എക്ക് അറിയാം, അതുകൊണ്ട് എൻ ഡി എ കറക്റ്റായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മോഷൻ പാരാമീറ്റേഴ്സ്, അഥവാ ഒരു വസ്തു എവിടെയാണ് നിൽക്കുന്നതെന്ന് ഫിസിക്സിൽ എങ്ങനെ അടയാളപ്പെടുത്തുക എന്നതാണ്. ഫസ്റ്റ് നമുക്ക് അതിനുവേണ്ടി ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് എനി ഒബ്ജക്റ്റ് ഓൺ എ കോർഡിനേറ്റ് സിസ്റ്റം അറ്റ് എ സർട്ടൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അതായത് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് ഒരു വസ്തു ഗ്രാഫിൽ കൃത്യമായി എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണിക്കുന്ന അളവുകളാണിതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിലോട്ടൊന്ന് നോക്കിക്കേ മക്കളെ. അടുത്തത് ഈ ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൽ x1 ഉണ്ട്, y1 ഉണ്ട്, i ഉണ്ട്, j ഉണ്ട് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു ചെറിയ ഉദാഹരണം വെച്ചിട്ട് പഠിക്കാം. സാധാരണ ഫിസിക്സിൽ ഈ പിള്ളേർ ഈ ഗ്രാഫ് കാണുമ്പോൾ ചില പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് പഠിച്ചെടുക്കാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണ് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ കൂട്ടുകാരനോട് പറയാണ്, ഞാൻ 5 മീറ്റർ മാറി നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവന് മനസ്സിലാവുമോ നിങ്ങൾ എവിടെയാണെന്ന്? ഇല്ല. നിങ്ങൾ വീട്ടിൽ നിന്നാണോ സ്കൂളിൽ നിന്നാണോ അത് ഏതെങ്കിലും പോസ്റ്റിൻ്റെ അടുത്ത് നിന്നാണോ ഈ 5 മീറ്റർ മാറി നിന്ന് അവൻ എങ്ങനെ അറിയാൻ പറ്റും? അപ്പം ഈ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അളക്കാൻ തുടങ്ങുന്ന സ്ഥലം. അതായത് നമ്മൾ വീട്ടിൽ നിന്നാണോ അതോ സ്കൂളിൽ നിന്നാണോ ആ ഒരു പോസ്റ്റിൻ്റെ അടുത്ത് നിന്നാണോ നമ്മൾ മാറിയതെന്ന്, എവിടെയാണോ നമ്മൾ തുടങ്ങുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയത്തില്ലേ. ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്നാണ് മാറി നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി എക്സ് ആക്സിസ് വൈ ആക്സിസ് അതെന്തുവാടാ? അതായത് സ്കൂളിൻ്റെ ഗേറ്റ് നിന്നിട്ട് ഇതിപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒ എന്താണ്? സ്കൂളിൻ്റെ ഗേറ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റാണ് ഒ എന്ന് പറയുന്നത്. ഈ ഒയിൽ നിന്ന് നമ്മൾ എന്താണ് 5 മീറ്റർ ഇങ്ങോട്ട് നടക്കുകയാണ്. ഇനി നമ്മളൊരു 3 മീറ്റർ എന്താണ് മേലോട്ട് നടന്നു. അപ്പം നമ്മൾ ഈ എ എന്ന് പറയുന്ന ആളുടെ അടുത്ത് എത്തി അല്ലേ. എ എങ്ങനെയാണ് നടന്നത്? 5 മീറ്റർ ഇങ്ങോട്ട് നടന്നു, അത് കഴിഞ്ഞിട്ട് 3 മീറ്റർ മേലോട്ട് നടന്നു. ഈ 5 മീറ്റർ എന്താണ് വലത്തോട്ട് നടന്നില്ലേ? അതാണ് ഈ x1 എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് എങ്ങനെയാണ്? എക്സ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. വൈ എന്ന് പറയുന്നത് മേലോട്ട്, ഇനി ഇസെറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട്. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം എക്സിലോട്ട് അവർ എത്ര മീറ്റർ നടന്നു? 5 മീറ്റർ. അപ്പോൾ x1 എന്താണ്? 5 ആണ്. ഞാൻ എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ y1 എന്ന് പറയുന്നത് എന്താണ്? മേലോട്ട് നടന്നത് 3 മീറ്റർ നടന്നു. അപ്പോൾ അതെന്താണ്? y1 എന്ന് പറയുന്നത് 3 ആണ്. 6ൽ ഈ വലത്തോട്ട് എന്നത് കാണിക്കാൻ ഉപയോഗിക്കുന്നൊരു ചിഹ്നമാണ് ഐ എന്ന് പറയുന്നത്, ഐ ക്യാപ്പ്. അതേപോലെ തന്നെ മുകളിലോട്ട് എന്നതിനെ കാണിക്കുന്നതാണ് നമ്മുടെ ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങളൊന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് എക്സ് ആക്സിസ് അല്ലേ, എക്സ് ആക്സിസ്. ഇങ്ങോട്ട് തന്നെയുള്ള ഇതാണ് ഐ ക്യാപ്പ്. ഇനി മേലോട്ടുള്ളതാണ് വൈ ആക്സിസ്, ഇവിടെ ഉള്ളതാണ് ജെ ക്യാപ്പ്. ഇനി ഇങ്ങോട്ടുള്ളതാണ് ഇസഡ് ആക്സിസ്, ഇവിടെ ഉള്ളതാണ് കെ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം
ഈ ഒരു എയിനെ ഇപ്പോൾ എ എന്ന് പറയുന്ന ആളെ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ആളെ തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു GPS ലൊക്കേഷൻ മാത്രമാണ് ഈ x1 മുകളിലോട്ട്. x1 എന്ന് പറയുന്നത് എന്താണ്? വലത്തോട്ട് എത്ര ദൂരം നടന്നു എന്നുള്ളതാണ്. y1 എന്ന് പറയുന്നത് എന്താണ്? മുകളിലോട്ട് എത്ര ദൂരം നടന്നു എന്നുള്ളതാണ്. അപ്പം ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് വിചാരിക്കുക, ഇവൻ x1 അതായത് വലത്തോട്ട് നടന്നത് 5 മീറ്ററാണ്. അപ്പോൾ 5 ആണ് അവൻ്റെ വലത്തോട്ട് x1 എന്ന് പറയുന്നത്. ഇനി y1 എന്ന് പറയുന്നവൾ 3 ആണെന്ന് വിചാരിക്കുക. അപ്പം 3 മീറ്ററാണ് അവൻ്റെ y1 എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കത്തില്ലേ, അതുപോലെ തന്നെ ഒരാളുടെ സ്ഥാനം കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ഫിസിക്സിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗൂഗിൾ മാപ്പാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം അതിലെ തന്നെ x1ഉം y1ഉം അതുപോലെ i ക്യാപ്പും j ക്യാപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ആ ഒരു പൊസിഷൻ വെക്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. OA നോക്കിക്കേടാ, അവൻ വലത്തോട്ട് എത്ര ദൂരമാണ് പോയത്? x1 ആണല്ലേ. അപ്പോൾ x1 i ക്യാപ്പ് പ്ലസ്, ഇനി നോക്കിക്കേ അവൻ മുകളിലോട്ട് എത്ര ദൂരമാണ് പോയത്? y1 ദൂരമാണ് പോയത്. അപ്പോൾ y1 j ക്യാപ്പ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ആൾ വലത്തോട്ട് പോയത് എത്ര ദൂരമാണ്? x2 ആണ്. അപ്പോൾ x2 i ക്യാപ്പ്. ഇനി മുകളിലോട്ട് പോയത് എത്ര ദൂരമാണ്? y2 ആണ്. അപ്പോൾ y2 j ക്യാപ്പ്. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എത്തുന്നത് ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിങ്ങുമായ ഭാഗത്താണ്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 3 ബോക്സസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സ് നോക്കാം, പാത്ത് ലെങ്ത് ഓർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ദ പാത്ത് ലെങ്ത് ഈസ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാൻസ്വേഴ്സ് ബൈ ആൻ ഒബ്ജെക്ട് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ ഇൻ എ ഗീവൻ ഇൻ്റർവൽ ഓഫ് ടൈം. ഇറ്റ് ഈസ് എ സ്കൈലാർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നടന്നു തീർത്ത ആകെ വഴിയുടെ നീളമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മക്കളെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നടന്നു തീർത്ത ആകെ വഴിയുടെ നീളമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ വഴിയിൽ എവിടെയൊക്കെ കറങ്ങി നടന്നു, വളഞ്ഞു പുളഞ്ഞു പോയി, അതൊക്കെ കൂട്ടണം. അതായത് നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ നേരെ വീട്ടിലോട്ട് പോകും ഇല്ല. നമ്മൾ ഏതെങ്കിലും കടയിലൊക്കെ കയറി, ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേൻ മിഠായി മേടിക്കാം, അമ്മമ്മയുടെ നിന്ന് പൈസയൊക്കെ മേടിക്കാം. അമ്മമ്മ തേൻ മിഠായി മേടിക്കാനൊക്കെ പൈസ തരും. അപ്പോൾ കടയിലൊക്കെ കയറി തേൻ മിഠായിയും എന്തെങ്കിലും, ഇപ്പോൾ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ടായിരിക്കും നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ എവിടെയൊക്കെ കറങ്ങി നടന്നിട്ടുണ്ടോ, എവിടെയൊക്കെ വളഞ്ഞു പൊളിഞ്ഞ് നിന്നിട്ടുണ്ടോ, അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ സഞ്ചരിച്ച ആകെ വഴിയുടെ ഫുൾ നീളമാണ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേക ദിശയൊന്നുമില്ല. അങ്ങനെ ദിശയില്ലാത്തത് കൊണ്ട് അതെന്താണ്? ഒരു സ്കൈലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ്. ഓക്കെ, മക്കൾ, അപ്പോൾ മക്കളെ ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്ഥാനാന്തരം അല്ലേ. സ്ഥാനാന്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഇൻ എ ഗീവൻ ഇൻ്റർവൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ്. അതായത് നമ്മളിപ്പോൾ സ്കൂൾ ഇതാണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ സ്കൂൾ, ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, നമ്മൾ കടയിലൊക്കെ കയറി തേൻമിഠായിയൊക്കെ കഴിച്ച് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്നിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് എത്തുന്നതെന്ന് വിചാരിക്കുക സ്കൂളിൽ നിന്ന്. പക്ഷേ നമുക്കെന്താണ്? ഒരു നേർവഴി ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഇനിഷ്യൽ പോയിൻറ്റ്, ഇതാണ് ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ ഈ ഇനിഷ്യൽ ഫൈനൽ പോയിൻറ്റ് തമ്മിലുള്ള ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഈ നേർരേഖ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അവർ വളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെ വഴി ഉണ്ടാവും. ഇതൊന്നും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? അത് തമ്മിലുള്ള ഒരു നേർരേഖ ഡിസ്റ്റൻസ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ജോയിനിങ് ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ, ഇതാണ് നമ്മുടെ വീട്. അത് തമ്മിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. ഇതാണ് അത് തമ്മിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് പോയോ, ചായ കുടിച്ചോ, അതോ തേൻമിഠായി വാങ്ങി തിന്നാൻ പോയോ, ഇതൊന്നും പ്രശ്നമല്ല. അവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്താണോ അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായിട്ടൊരു ദിശയുണ്ടല്ലേ, ഇങ്ങോട്ടൊരു ഡയറക്ഷൻ ഉണ്ട്, ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഡയറക്ഷൻ.
ആ ഒരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ടാണ് അതിനൊരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിനെന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഓൾസോ ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതായത് അതിലെന്താ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? In general, both the length traversed by an object between 2 points is not same as the magnitude of displacement. The displacement depends only on the points. The path length depends on the actual path. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ നടന്ന യഥാർത്ഥ വഴിയാണ്, അതായത് ആക്ച്വൽ പാത്തിനെയാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ തുടക്കവും അവസാനവുമാണ്, അതായത് സ്കൂളും ആ ഒരു വീടുമാണ്. അവർ തമ്മിലുള്ള ആ ഒരു എൻഡ് പോയിന്റ് തമ്മിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ അതെന്താ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻ ജനറൽ ദ പാത്ത് ലൈൻ ട്രാൻസ്വേഴ്സ് ബൈ ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 points ഈസ് നോട്ട് സെയിം ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻഡ് പോയിന്റ്സ്. ദ പാത്ത് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്ച്വൽ പാത്ത്. അതായത് മക്കളെ, നമ്മുടെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വന്നു, നമ്മൾ ഇടയ്ക്ക് തേൻമിഠായി മേടിക്കാൻ പോയി, ഇടയ്ക്ക് കോഫി മേടിക്കാൻ പോയി, അങ്ങനെ കുറേ ഡിസ്റ്റൻസിലൂടെ നമ്മളിങ്ങനെ നടന്ന് കുറേ കുറുക്ക് വഴിയിലോട്ട് നടന്ന് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ ചിലപ്പോൾ പോകും, അടുത്താണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ എത്ര ദൂരം നടന്നിട്ടുണ്ടോ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പാത്ത് ലെങ്ത് പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനാണ് പറയുന്നത്? അതായത് നമ്മുടെ എൻഡ് പോയിൻറ്റ്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, നമ്മുടെ സ്കൂളാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോമാണ്. അപ്പം നമ്മളുടെ അത് തമ്മിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഏതാണോ ഏറ്റവും വേഗത്തിൽ എത്താൻ പറ്റുന്ന വഴി, സ്ട്രെയിറ്റ് ലൈൻ, അത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പം ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെയും എൻഡിങ് പോയിൻറ്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് മക്കളെ, അപ്പം നമ്മളുടെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ ആ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? നമുക്ക് സൈൻ കൺവെൻഷൻ അറിയാമല്ലേ, ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണല്ലേ. അപ്പോൾ ഇതാണ് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ഈ ഒരു എക്സ് ആക്സിസിൽ ഈ സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവ് ഡയറക്ഷനാണ്. ഇങ്ങോട്ട് പോകുന്നത് എന്താണ്? പോസിറ്റീവാണ്. ഇങ്ങോട്ട് വരുന്നത് എന്താണ്? നെഗറ്റീവാണ്. ഇനി മേലോട്ട് പോകുന്നത് എന്താണ്? പോസിറ്റീവാണ്. താഴോട്ട് വരുന്നത് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഈ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെക്റ്റേഴ്സിൽ നമ്മൾ പ്ലസും മൈനസും സൈനും സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ വെക്റ്റേഴ്സിൻ്റെ കേസിൽ ഈ പ്ലസും മൈനസും സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അതിൻ്റെ ഡയറക്ഷനെയാണ് ഈ പ്ലസും മൈനസും കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് വെക്റ്റേഴ്സിൻ്റെ കേസിലും. അല്ലാതെ നമ്മുടെ മാത്സിലെ പ്ലസും മൈനസും അല്ല. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ എന്താണ്? ഇതാണ് നമ്മളുടെ വീട്, ഇതാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 5 മീറ്റർ ആണെന്ന് വെച്ചാൽ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഡയറക്ഷൻ നോക്കിക്കേ, ഇങ്ങോട്ടാണല്ലേ പോകുന്നത്, ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? പോസിറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ പ്ലസ് കൊടുത്തു. ഇനി തിരിച്ച് നമ്മൾ എന്താണ്? തിരിച്ച് നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറി. അപ്പോൾ നമ്മൾ എന്താണ്? മൈനസ് കൊടുത്തു, -5. ഇത് രണ്ടും എന്താണ്? വെക്റ്റേഴ്സ് ആണ്. -5 + +5. അപ്പോൾ എന്ത് വരും? നമുക്ക് 0 എന്ന് ആൻസർ കിട്ടും. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോയി, എന്നിട്ട് തിരിച്ച് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോയി, തിരിച്ച് സ്കൂളിൽ നമ്മൾ വീട്ടിലോട്ട് വന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. അതായത് ഇനിഷ്യൽ പോയിൻറ്റും സ്കൂളാണ്, ഫൈനൽ പോയിൻറ്റും സ്കൂളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അതേപോലെ തന്നെ ഇനിഷ്യൽ പോയിൻറ്റ് വീടാണ്, ഫൈനൽ പോയിൻറ്റ് വീടാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ. കാരണം അവർ തമ്മിൽ എന്തില്ല? ഒരു ഡിസ്റ്റൻസ് ഇല്ലല്ലോ. പോയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്നുള്ള കാര്യം എൻ്റെ മക്കൾ ഓർത്തിരിക്കണം. ഓക്കെ മക്കളെ, അപ്പം നമുക്കിനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് പഠിക്കാൻ വേണ്ടി ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ദ ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ എ ബോഡി ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ പൊസിഷൻ ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരികയാണ്, അപ്പോൾ നമ്മൾ കുറേ വഴികളിൽ ചുറ്റിത്തിരിഞ്ഞാണ് വീട്ടിലോട്ട് വരുന്നത്. ആ ആക്ച്വൽ പാത്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? അതായത് നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോയി തിരിച്ച് വീട്ടിലോട്ട് വന്നാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. കാരണം ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷന് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഞാൻ വളഞ്ഞു പുഴഞ്ഞ് തെന്മിട്ടയൊക്കെ മേടിച്ച് നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. പക്ഷേ ആ വളഞ്ഞു പുഴിഞ്ഞ വഴികളെയും ഡയറക്ഷനെയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി. അതായത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആൻഡ് അതിൻ്റെ നോക്കിയ ഡിസ്റ്റൻസ് സ്കൈലാർ ക്വാണ്ടിറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി പോസിബിൾ വാല്യൂസ് നോക്കിയാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരികയാണ്, അവിടുത്തെ ഡിസ്റ്റൻസ് എല്ലാം സഞ്ചരിച്ച വഴികളെല്ലാം എന്താണ്? പോസിറ്റീവാണ്. തിരിച്ചു വന്നാലും ഡിസ്റ്റൻസിന് അങ്ങനെ ഡയറക്ഷൻ ഒന്നുമില്ല, ഓൾവൈസ് പോസിറ്റീവ് വാല്യൂസ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? നമ്മളെന്താണ്? ഇത് നമ്മുടെ വീടാണ്, ഇത് നമ്മുടെ സ്കൂളാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? പോസിറ്റീവ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇനി തിരിച്ച് പോയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നാലോ അത് 0 ആവും. ഓക്കെ, ഇനി മെഷർമെൻറ്റ്സ് നോക്കിയാൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കിയാൽ, ഇറ്റ് ക്യാൻ ബി മെഷേർഡ് എലോങ് നോൺ സ്ട്രെയിറ്റ് പാത്ത്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് സ്കൂളാണ്, ഇത് വീടാണ്. ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞു പൊഴിഞ്ഞ് വരുന്നത്. ഈ ഒരു നോൺ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു പാമ്പിനെ പോലുള്ള ഈ ഒരു പാത്തൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. നോൺ സ്ട്രെയിറ്റ് പാത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. അതിങ്ങനെ വളഞ്ഞു പൊഴിഞ്ഞ വരികളൊന്നും അല്ല, അതുകൊണ്ട് സ്ട്രെയിറ്റ് പാത്താണ്. ഇറ്റ് ക്യാൻ ഓൺലി ബി മെഷേർഡ് എലോങ് എ സ്ട്രെയിറ്റ് പ്ലെയിൻ. ഇനി അടുത്തത് ഫോർ എ മൂവിങ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. ആ ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുവാണ്, സ്കൂളിലോട്ട് വരുവാണ്, സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? പോസിറ്റീവാണ്. ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവാണ്. പക്ഷേ ആ മൂവ് ചെയ്യുന്ന എന്നെ തന്നെ നോക്കിക്കേ. ഞാൻ ഇവിടുന്ന് ഇത് വീട്ടിൽ നിന്ന് ഞാൻ സ്കൂളിലോട്ട് വന്നു, അപ്പോൾ എന്താണ്? പോസിറ്റീവായി. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. തിരിച്ച് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വന്നു, നെഗറ്റീവായി. ഇനി വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നില്ലേ, അപ്പോൾ എന്തായി? 0 ആയി. മനസ്സിലായോ? അതായത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയാൽ എൻ്റെ ഡിസ്റ്റൻസ് 5 ആണ്, വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് വന്നാൽ എൻ്റെ ഡിസ്റ്റൻസ് 5 ആണ്. മനസ്സിലായോ? ഡിസ്റ്റൻസിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ മക്കളെ, നമുക്ക് ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഇത്രയും പഠിക്കുക, ഇതൊരു ബേസാണ്. ഇനി അടുത്ത സ്പീഡ് വരും, വെലോസിറ്റി വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് ന്യൂമറിക്കൽസ് വരും, ഒരുപാട് ക്വസ്റ്റ്യൻസിലോട്ട് പോകാനുണ്ട്. ബേസിക് മാത്സ് പഠിപ്പിക്കും, എല്ലാ കാര്യവും. അത് A to Z 0യിൽ നിന്ന് നിങ്ങളെ പ്രോ ആക്കി ഞാൻ കയ്യിൽ തരും. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു ടോർച്ച് വേണം ഫിസിക്സ് ആവുന്ന ഇരുട്ടുമുറിയിലോട്ട് കയറാനെന്നുള്ളത്. ആ ടോർച്ച് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കും, നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. നാളെ എന്തായാലും ഫിസിക്സിൻ്റെ പാർട്ട് 2 കാണും. അപ്പോൾ പാർട്ട് 2ൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് ബാക്കിയെല്ലാം സ്പീഡ്, വെലോസിറ്റിനുള്ള ഈ മോഷൻ്റെ സ്ട്രെയിറ്റിനുള്ള എല്ലാ ടോപ്പിക്സും ബേസിക് ടു ഹൈ ലെവൽ MCQs ഫുള്ളി നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നീറ്റ് ആസ്പിരൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക. അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ ഇടുക. ഞാൻ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു കമൻറ്റ് പോലും ഞാൻ അവോയ്ഡ് ആക്കില്ല. എൻ്റെ മക്കളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ കമൻറ്റ്സിന് ഞാൻ അതേപോലെ വാല്യൂ ചെയ്യും. നിങ്ങൾ എന്ത് പറഞ്ഞു തന്നാലും അതേപോലെ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ സംശയമല്ലേ, അത്
ചോദിച്ചാൽ അതൊക്കെ പൊട്ടത്തരായി പോകുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എന്ത് സംശയം തോന്നിയാലും നിങ്ങൾ ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ എന്നോട് ചോദിച്ചേക്കണം. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. നമ്മൾ ഓൾറെഡി ബയോളജി ക്ലാസിഫിക്കേഷൻ്റെ 5 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 5 പാർട്സും നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. NCERT ലൈൻ ബൈ ലൈൻ പറയുന്നുണ്ട്. ആൻഡ് ഏറ്റവും അവസാനം ഒരു റിവിഷൻ പാർട്ടും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 6 വീഡിയോസ് നമ്മൾ അടുപ്പിച്ച് ആ ഒരു ബയോളജി ക്ലാസിഫിക്കേഷൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോളജി ക്ലാസിഫിക്കേഷൻ്റെ സ്കോർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം നമ്മൾ കവർ ചെയ്ത് നമ്മൾ 720 എന്ന നമ്മുടെ ആ ഡ്രീം സ്കോറിലോട്ട് നമ്മൾ എത്തിയിരിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. താങ്ക് യു സോ മച്ച്.